അടിമുടി തട്ടിപ്പുകാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ശബരിമലയിൽ വിവിധ തരത്തിലുള്ള സമർപ്പണം നടത്താമെന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്തുള്ള ധനികരായ അയ്യപ്പ വിശ്വാസികളോട് പണം വാങ്ങുന്നതാണ് രീതി. ഒരേ കാര്യത്തിന് ഒന്നിലധികം പേരോട് പണം വാങ്ങും. ബാക്കി പണം കയ്യിൽ വെച്ച് ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കാറുമുണ്ടെന്നും കണ്ടെത്തുകയാണ്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാധ്യമങ്ങളോടൊന്നും പറയാനില്ല, പക്ഷേ വിജിലൻസിന്റെ കണ്ടെത്തലാണ്. അക്കമിട്ട് ചോദിക്കുമ്പോൾ അക്കമിട്ട് തന്നെ ഉത്തരം പറയേണ്ടി വരും. ഇതിപ്പോൾ എന്താണ് ഈ പലതരത്തിൽ പറ്റിക്കുന്നു? ഇപ്പൊ നമുക്കറിയാം, ബംഗളൂരുവിൽ എത്തി ഇദ്ദേഹം നടത്തിയ ഒരു തട്ടിപ്പെന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ തന്നെ പല വിശ്വാസികളുണ്ട്. ശബരിമലയിലേക്കൊക്കെ വർഷാവർഷം എത്തുന്ന ധനികരായ വിശ്വാസികളുണ്ടാവും. അവരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടല്ലേ? അതിൽ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. അതിലേതെങ്കിലും ഒരു പണം എടുത്ത് ഈ സ്വർണം പൂശുന്നു. ബാക്കിയുള്ളവരെല്ലാം പറ്റിക്കപ്പെടുന്നു. എല്ലാവരും കരുതുന്നു തന്റെ പണം ഉപയോഗിച്ചാണ് പോറ്റി സ്വർണം പൂശുന്നതെന്ന്. എന്ത് തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്? ഇത്തരത്തിൽ മാത്രമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയെന്ന കണ്ടെത്തലുള്ളത്, അതോ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ വിജിലൻസിന്? റോഷ്നി, പുണ്യപരിപാവനമായ സന്നിധാനത്തെയും ഒപ്പം അയ്യപ്പനെയും മുന്നിൽ നിർത്തി ആളുകളെ പറഞ്ഞു പറ്റിച്ച് പണം കൈക്കലാക്കുക എന്നതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രീതി എന്നതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. പ്രധാനമായും ചെയ്യുന്ന കാര്യം ഒരു കാര്യത്തിന് പലരിൽ നിന്ന് പണം വാങ്ങുക എന്നതായിരുന്നു പോറ്റിയുടെ രീതി. അതിന് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയിൽ നിന്ന് 2019 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾക്ക് സ്വർണം പൂശാൻ വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. അതിൽ സ്വർണം പൂശണം എന്ന് പറഞ്ഞ് പല ആളുകളോട് പൈസ മേടിക്കും. അതായത് ഒരു പാളിയാണുള്ളത്, ആ പാളിയിൽ ഒരു തവണയാണ് സ്വർണം പൂശേണ്ടത്. അതിനൊരാളാണ് ഫണ്ട് നൽകുക, അയാളാണ് സ്പോൺസർ. ഒരാളെ മുന്നിൽ നിർത്തി മറ്റു പലരോടും പൈസ വാങ്ങും. എല്ലാവരോടും പറയും, നിങ്ങളാണ് ഈ സ്പോൺസർ, നിങ്ങളാണ് സ്വർണം പൂശുന്നതെന്ന്. ധനികരായ വലിയ കോടീശ്വരന്മാരായ അയ്യപ്പ ഭക്തരെയാണ് ഇതിനു വേണ്ടി കണ്ടുവെച്ച് പണം വാങ്ങുന്നത്. അവർക്ക് നിയമപരമായ മറ്റു പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടൊന്നും മുന്നിൽ വരാൻ അവർ കഴിയുന്നുമില്ല. അതുകൊണ്ട് സ്പോൺസർ എന്ന പേരിൽ എല്ലാവരും വെക്കുന്നത് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 5 പേരോട് പാളിക്ക് സ്വർണം പൂശാൻ വേണ്ടി പണം വാങ്ങുകയും ഒരാളുടെ പണം വെച്ചിട്ട് സ്വർണം പൂശുകയും ബാക്കി 4 പേരുടെ പണം പോക്കറ്റിലിടുകയും ചെയ്യുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു രീതി. ഇതേ രീതിയിൽ തന്നെയാണ് മകരവിളക്കിന്റെ തലേ ദിവസം കഴിഞ്ഞ ഒരു 3 വർഷം ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, അതിനു മുമ്പുള്ള ഒരു 2002 വരെയുള്ള കുറെ കാലയളവിൽ തലേന്ന് ഭക്ഷണം കൊടുക്കുന്നത്, അന്നദാനം കൊടുക്കുന്നത് പോറ്റിയാണ്. അതിനേതാണ്ട് 6 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിൽ തുക ചിലവാകുമെന്നാണ് പറയുന്നത്. ആ തുക ഒരാളോടല്ല, പലരോട് വാങ്ങും. പലരോട് 6 ലക്ഷം രൂപ മേടിച്ചിട്ട് 6 ലക്ഷം വെച്ചിട്ട് അവിടെ അന്നദാനം നടത്തി പോറ്റി പോവുകയാണ് ചെയ്യുക. സ്വാഭാവികമായും പണം കൊടുക്കുന്ന 4 5 ആളുകൾ വിചാരിക്കുക അവരുടെ പണം കൊണ്ട് അവിടെ അന്നദാനം നടത്തിയെന്നാണ്. ആരും ഞങ്ങളോട് മേടിച്ചതുപോലെ തൊട്ടപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പോറ്റി പണം വാങ്ങിയതായി ഒരാളും അറിയില്ല. ആ തന്ത്രത്തിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. മറ്റൊന്ന്, ഈ പണം നൽകുന്ന ആളുകൾ ശബരിമലയിൽ വരുമ്പോൾ അവർക്ക് വേണ്ട അത്യാവശ്യ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അത് കേരളത്തിന് പുറത്തുള്ള ആളുകളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇര. പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ, കോടീശ്വരന്മാർ, ഇത്തരം ആളുകൾ സന്നിധാനത്തേക്ക് വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. സ്വാഭാവികമായും അതുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സന്നിധാനത്തുള്ള അടുപ്പമായി അവർ കാണുകയും ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് കാലാകാലങ്ങളുള്ള ദേവസ്വം ബോർഡ് അധികൃതരുമായി ഒരു ബന്ധമുണ്ട്, ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുറച്ച് അകലം പാലിക്കേണ്ടി വന്നത് എന്നാണ്.